guys, my YouTube channel. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ കപ്പ വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോണത്. നിങ്ങൾക്ക് ആ ഒരു ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ആ കപ്പ വെച്ചുണ്ടാക്കുന്ന ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. നമുക്കിതിനായിട്ട് കുറച്ച് തേങ്ങ ഒതുക്കിയെടുത്തിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് തേങ്ങയൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. ഞാൻ അരമുറി തേങ്ങയാണ് ഒതുക്കിയെടുത്ത തേങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ എടുത്തിട്ട് വെക്കാം. പാൻ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സൺഫ്ലവറിന്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടല്ലി വെളുത്തുള്ളി കൂടെ വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെച്ചിരിക്കുന്ന കപ്പയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കപ്പ പുഴുങ്ങിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ യോജിപ്പിച്ചെടുക്കും. നന്നായിട്ട് വെന്തുടഞ്ഞ് പോയിട്ടുണ്ട്. കപ്പ ഇത്രയും വേവണ്ട, ഇത്ര ഉടയണ്ട കേട്ടോ. നമ്മൾ ആ പുഴുങ്ങിയെടുത്ത ആ പരുവത്തിൽ തന്നെ മതി. അതിലേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഞാൻ ടേസ്റ്റ് നോക്കാൻ മോളെയായിട്ട് വിളിക്കുന്നത്. നമുക്ക് മോക്കൊന്ന് കൊടുത്ത് നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.